ഇന്നത്തെ സായാഹ്ന വാർത്തകളുമായി ഷാജി കടക്കൽ. ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലായി നിലനിന്നിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. ഇതിനൊപ്പം തന്നെ തെക്കൻ ഗുജറാത്ത് തീരം മുതൽ തെക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി മഴ സാധ്യത ശക്തമായി തുടരും. ജനനനിരക്ക് കുറയുന്നതിനെ തുടർന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഗർഭിണിയാകാനും കുട്ടികളെ വളർത്താനും സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയുമായി റഷ്യ. ഒരു കുട്ടിയെ പ്രസവിക്കാനും പരിപാലിക്കാനും സമ്മതിക്കുന്ന മുതിർന്ന സ്കൂൾ പെൺകുട്ടികൾക്ക് 1 ലക്ഷം റൂബിളിലധികം സാമ്പത്തിക സഹായം നൽകും. റഷ്യയിലെ ജനസംഖ്യ ഇടിവ് മറികടക്കാൻ ലക്ഷ്യമിട്ട് 2025 മാർച്ചിൽ സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമാണ് ഈ പദ്ധതി. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടാനും ഭീകരർക്ക് സുരക്ഷിത താവളം നൽകുന്നവരെ എതിർക്കാനും ഉച്ചകോടിയിൽ ധാരണയായി. ഇന്ത്യയ്ക്കും ബ്രസീലിനും യുഎനിൽ കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തെയും ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തെയും ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചു. ഇന്ത്യ കൂടി അംഗീകരിച്ച പ്രമേയത്തിലാണ് ഈ പരാമർശം. ഭീകരവാദം മനുഷ്യരാശിയെ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയാണെന്നും ഭീകരവാദികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ ഒരു മടിയും പാടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിൽ സമാനത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും മൂല്യങ്ങളുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അറിയിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പഹൽഗാം ഭീകരാക്രമണം മാനവരാശിക്കെതിരെ ആക്രമണം ആയിരുന്നുവെന്നും ഇന്ത്യയുടെ കൂടെ നിന്ന എല്ലാ രാജ്യങ്ങൾക്കും നന്ദിയെന്നും മോദി പറഞ്ഞു. ഭീകരാക്രമണത്തോടുള്ള നിലപാട് സൗകര്യം അനുസരിച്ചാകരുതെന്നും എവിടെ നടന്ന് എന്നത് നോക്കി നയം സ്വീകരിച്ചാൽ അത് മാനവരാശിക്കെതിരാകും എന്നും മോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പറഞ്ഞു. ഭീകരരെ പിന്തുണയ്ക്കുന്നവരെയും ഇരകളെയും ഒരുപോലെ കാണരുതെന്നും ഭീകരതയെ ഗൗരവത്തോടെ നേരിടുന്നതല്ല സന്ദേശം പാടില്ലെന്നും ബ്രിക്സിനോട് മോദി വിശദമാക്കി. ഗാസയിലെ മനുഷ്യധിക സ്ഥിതി ആശങ്കാജനകമാണെന്നും സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യ യുദ്ധങ്ങൾക്കെതിരാണെന്നും ചൂണ്ടിക്കാട്ടി. സ്കൂളുകളുടെ പുതിയ സമയക്രമത്തിന് അംഗീകാരമായി. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർന്ന അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. ഇതോടെ 8 മുതൽ 10 വരെ ക്ലാസുകളിലെ പഠന സമയം അരമണിക്കൂർ വർദ്ധിക്കും. രാവിലെ 9:45 ആരംഭിച്ച് വൈകിട്ട് 4:15 വരെയാണ് പുതിയ സ്കൂൾ സമയം. കെട്ടിടം ആരോഗ്യമന്ത്രി തള്ളിയിട്ട അല്ലെന്നും അനാസ്ഥ മൂലം താഴെ വീണതാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നമ്പർ 1 ആണെന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രതയ്ക്കിടയിലാണ് അപകടമുണ്ടായെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സാധാരണക്കാർക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പറ്റില്ലെന്നും സിസ്റ്റം ശരിയാക്കാൻ ബാധ്യതയുള്ള മന്ത്രി എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജനറൽ സെക്രട്ടറി അറസ്റ്റിൽ. ജിതിൻ ജി നൈനാനെ വീട്ടിലെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ശനിയാഴ്ച പത്തനംതിട്ടയിൽ നടന്ന പ്രതിഷേധത്തിന് ശേഷം കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോയപ്പോൾ പോലീസ് ബസിന്റെ ചില്ല് തകർത്തു എന്നാണ് കേസ്. വീണ ജോർജിന്റെ കടുത്ത സമ്മർദ്ദത്തിലാണ് പോലീസ് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും ഇത് പോലീസിൽ നിന്ന് തന്നെ ലഭിച്ച വിവരമാണെന്നും KPC ജനറൽ സെക്രട്ടറി പഴകുളം മധു. CPM വീണയ്ക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട കോൺഗ്രസ്സുകാർ കടുകുണിൽ കയറി ഒളിക്കണോ എന്നും അദ്ദേഹം ചോദിച്ചു. ജില്ലാ സെക്രട്ടറിക്കും മറ്റും CPM നേതാക്കൾക്കും വീണ ജോർജിനെ കളിയാക്കാം. യൂത്ത് കോൺഗ്രസ് സമരം ചെയ്താൽ അറസ്റ്റ് ചെയ്യുന്നുവെന്നും പഴകുളം മധു പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധത്തിൽ പരോക്ഷ വിമർശനവുമായി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ. അധികാരത്തിലിരിക്കുന്ന പെണ്ണാവുമ്പോൾ ചിലർക്ക് ഉശിര് കൂടുമെന്നും എന്നാൽ കൂടെയുള്ള ഒന്നിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണെന്നും PP ദിവ്യ പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് ഈ പ്രതികരണം. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്കിൽ വിമർശനം ഉന്നയിച്ച നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നടപടിയെടുക്കാൻ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറികൾ തീരുമാനം. 3 ദിവസത്തിനകം ബന്ധപ്പെട്ട ഘടകങ്ങൾ നടപടിയെടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖീർ ക്ഷേത്ര ദർശനമായി ഇന്ന് ഗുരുവായൂരിലെത്തി. രാവിലെ 9-നും 9:30 ഇടയിലായിരുന്നു ദർശനം. ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി രാവിലെ 8 മണി മുതൽ 10 മണി വരെ വിവാഹം, ചോറൂണ്, ക്ഷേത്ര ദർശനം എന്നിവയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കേരള സർവകലാശാല പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിൽ തർക്കം. സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചർച്ച ചെയ്യണമെന്ന ഇടത് അംഗങ്ങളുടെ ആവശ്യത്തിന് വൈസ് ചാൻസലർ സിസ തോമസ് വഴങ്ങിയില്ല. സസ്പെൻഷൻ സംബന്ധിച്ച് ചർച്ച വേണമെന്നാവശ്യപ്പെട്ട ഇടത് അംഗങ്ങളോട് സസ്പെൻഷൻ വിഷയം അജണ്ടയാവില്ലെന്ന് VC സിസ തോമസ് മറുപടി നൽകിയത്. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടി പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം റദ്ദ് ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 16 വാർഡുകളിലും 10 നഗരസഭകളിലും തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളിലും ജയം ലക്ഷ്യമിട്ട് BJP സംഘടനാതല പ്രചരണത്തിന് ഔദ്യോഗിക തുടക്കമിടുന്നു. ഈ മാസം 12 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാർഡുതല പ്രതികളുടെ യോഗത്തിൽ ലക്ഷ്യം പ്രാപിക്കും. ചാരപ്രവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര വിനോദസഞ്ചാര വകുപ്പിന്റെ ക്ഷണപ്രകാരം കേരളത്തിലെത്തിയെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെ വിശദീകരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള വ്ളോഗർമാരുടെ ടൂറിസം പഠനത്തിനായി കൊണ്ടുവരാറുണ്ടെന്നും ചാരപ്രവൃത്തി ചെയ്യുന്ന ആളെന്നറിഞ്ഞില്ലെന്നും ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നതെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. നിപ്പയും വയനാടും ഉരുൾപൊട്ടലും പിറകെ കേരളത്തിലേക്ക്
വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാണ് പ്രശസ്തരായ യൂട്യൂബർമാരെ കൊണ്ടുവന്നുവെന്നും വിവാദങ്ങളെ ഭയക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ അതിരൂക്ഷമായ വന്യജീവി തെരുവ് നായ ആക്രമണ ഭീഷണി ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് ജോസ് കെ മണി ആവശ്യപ്പെട്ടു. മനുഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതി നിർമ്മാണവും നടത്തണമെന്നും കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നതായി അദ്ദേഹം പറഞ്ഞു. വരും തലമുറയെ സനാതനധർമ്മം പഠിപ്പിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ. സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കണമെന്നും ഒപ്പം ഗോശാലയും ആശുപത്രിയും സ്ഥാപിക്കണമെന്നും ഗവർണർ പറഞ്ഞു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ വെങ്കല ശിവ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്നതിൽ ആശ്വാസമെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ. സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് നേരത്തെ വരാതിരുന്നത് മന്ത്രി പറഞ്ഞു. അത് മനസ്സിലാക്കുന്നു. മകന് സ്ഥിര സർക്കാർ ജോലി നൽകാമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഒപ്പം നിന്നതിൽ നന്ദി അറിയിക്കുന്നുവെന്നും വിശ്രുതൻ പറഞ്ഞു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രോഗികളെ പരിശോധിച്ചത് മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ. വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് ഒപിയിൽ രോഗികളെ മൊബൈൽ വെളിച്ചത്തിൽ ആണ് പരിശോധിച്ചത്. 30 ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ച ജനറേറ്റർ പ്രവർത്തനരഹിതമാണെന്നാണ് പ്രാഥമിക വിവരം. മലപ്പുറം കാളിക്കാവിലെ ആളക്കൊല്ലി കടുവയെ പിടികൂടി. വനവകുപ്പിന്റെ കെണിയിലാണ് കടുവ വീണത്. ഗഫൂറിനെ കടുവ പിടിച്ചത് മെയ് 15-നാണ്. എന്നാൽ കടുവ കൂട്ടിൽ ആയത് 53-ാം ദിനമാണ്. കടുവയെ അമരമ്പലത്തെ വനംവകുപ്പ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം ബാക്കി തീരുമാനമെടുക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇനി കാട്ടിലേക്ക് തുറന്നു വിടില്ല എന്ന് അധികൃതർ ഉറപ്പു നൽകിയോടെയാണ് നാട്ടുകാർ കടുവയുടെ കൂട് വനംവകുപ്പിന്റെ വാഹനത്തിലേക്ക് കയറ്റാൻ സമ്മതിച്ചത്. വയനാട്ടിലെ മുതിർന്ന നേതാവ് എ വി ജയനെ തരംതാഴ്ത്തിയ നടപടിക്ക് പിന്നാലെ എ വി ജയനുമായി ചർച്ച നടത്തി CPM. നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിയ 38 വയസ്സുകാരുടെ മകനും പനി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ച യുവതിയുടെ 12 വയസ്സുകാരൻ്റെ മകനെ മണ്ണാർക്കാട്ടെ ആശുപത്രിയിൽ പ്രവേശിച്ചു. അതേസമയം യുവതിയുടെ ബന്ധുവായ പനി ബാധിച്ച 10 വയസ്സുകാരൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈ മാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനത്തിന് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിന് നഗരസഭയുടെ നോട്ടീസ്. ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലായി നിലനിന്നിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. ജനനനിരക്ക് കുറയുന്നതിനെ തുടർന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഗർഭിണിയാകാനും കുട്ടികളെ വളർത്താനും സാമ്പത്തിക പ്രോത്സാഹനം വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയുമായി റഷ്യ. അഴീക്കൽ തീരത്ത് ഡോൾഫിന്റെ ജഡം അടിഞ്ഞു. അഴീക്കൽ ഹാർബറിന് സമീപത്താണ് ജഡം അടിഞ്ഞത്. തൃശൂർ നെല്ലങ്കരയിലെ തെരുവിലെ സിറ്റി പോലീസ് കമ്മീഷണറെ പേര് നൽകി നാട്ടുകാർ. ഗുണ്ടകൾ പോലീസ് ജീപ്പ് ആക്രമിച്ച വൈലപ്പള്ളി നഗറിലെ സ്ട്രീറ്റിനാണ് നാട്ടുകാർ ഇളങ്കോ നഗർ എന്ന പേരിട്ടത്. ഗുണ്ടകളെ അമർച്ച ചെയ്തുള്ള സന്തോഷത്തിലാണ് നാട്ടുകാർ കമ്മീഷന്റെ പേര് തെരുവിന് ഇട്ട്. എന്നാൽ കമ്മീഷന്റെ നിർദ്ദേശത്തിന് വഴങ്ങി നാട്ടുകാർ ഉടൻ തന്നെ ബോർഡ് നീക്കം ചെയ്തു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കൈയടിക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നതായിരുന്നു കമ്മീഷണർ R ഇളങ്കോയുടെ പ്രതികരണം. സുന്നത്ത് കർമ്മത്തിന് അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ 2 മരണം. മാത്രം പ്രായമായ കുഞ്ഞ് മരിച്ചെന്ന് റിപ്പോർട്ടുകൾ. ചേളന്നൂർ സ്വദേശികളുടെ ദമ്പതിമാരുടെ കുഞ്ഞാണ് ഇന്നലെ മരിച്ചത്. സംഭവത്തിൽ സ്വകാര്യ ക്ലിനിക്കെതിരെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ കാക്കൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തിരുവനന്തപുരത്ത് തുടർന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35Bയുടെ തകരാറുകൾ പരിഹരിക്കാനുള്ള വിദഗ്ധ സംഘത്തെ എത്തിച്ച് ബ്രിട്ടീഷ് വ്യോമസേന ട്രാൻസ്പോർട്ട് വിമാനമായി എയർബസ് 400 മടങ്ങി. 22 ദിവസമായി തിരുവനന്തപുരത്ത് തുടരുകയായിരുന്ന F-35 യുദ്ധവിമാനത്തിലെ 10 അംഗം ക്രൂവും എയർബസിൽ മടങ്ങി. യുദ്ധവിമാനത്തിൽ തകരാർ പരിഹരിക്കാൻ സാധിക്കൽ വിമാനം അഴിച്ച് ചെറിയ ഭാഗങ്ങളാക്കി സൈനിക കാർഗോ വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് മടക്കി കൊണ്ടുപോകാനാണ് നീക്കം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു അടക്കമുള്ള ആക്സിയം 4 ദൗത്യസംഘങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ആക്സിയം സ്പേസ് ശുഭാംശു ശുക്ലയും സഹപ്രവർത്തന നിലയിൽ നിന്ന് പകർത്തിയ പുറംകാഴ്ചകളാണ് ആക്സിയം സ്പേസ് Xൽ പോസ്റ്റ് ചെയ്തത്. ഇതോടുകൂടി ഇന്നത്തെ സായാഹ്ന വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.